എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. 26 വാക്യത്തിൽ, അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത് എന്ന് തന്നെക്കുറിച്ചുള്ള രക്ഷാകരമായ അറിവ് ബുദ്ധിമാന്മാരും ജ്ഞാനികളുമായവരിൽ നിന്ന് മറച്ചു വെക്കുന്നതും എളിമയുള്ള ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതും തൻ്റെ പരമാധികാരത്തിൽ പിതാവായ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് കർത്താവ് സ്ഥിരീകരിക്കുന്നു. 27 വാക്യത്തിൽ, പിതാവ് സകലതും തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന കർത്താവിൻ്റെ പ്രസ്താവനയിൽ പിതാവായ ദൈവത്തോട് തുല്യ അധികാരമുണ്ടെന്ന് കർത്താവ് അവകാശപ്പെടുകയായിരുന്നു എന്ന് വ്യക്തമാണ്. തുടർന്നും പിതാവും പുത്രനും എങ്ങനെയാണ് മനുഷ്യഹൃദയങ്ങളിൽ സ്വയം വെളിപ്പെടുന്നതെന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രനും പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല എന്ന് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം, മനുഷ്യന് സ്വന്തമായി ത്രിയേക ദൈവത്തിങ്കിലേക്ക് വരുവാൻ കഴിവില്ല എന്നും, മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് വരണമെങ്കിൽ ദൈവം ആദ്യം തന്നെ മനുഷ്യർക്ക് വെളിപ്പെടുത്തണമെന്നും, തൻ്റെ പരമാധികാരത്തിലും ഇച്ഛയിലും മാത്രമേ പിതാവും പുത്രനും താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ എന്നുമാണ്. മത്തായി സുവിശേഷം 11 അധ്യായത്തിൻ്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ എല്ലാ ഭാരങ്ങളാലും കഷ്ടപ്പെടുന്നവരെ തൻ്റെ അടുക്കൽ വിളിക്കുന്നതും അവർ ക്രിസ്തുവിൽ വിശ്രമം കണ്ടെത്തുമെന്നും കർത്താവ് വാഗ്ദാനം നൽകുന്നു. 28 വാക്യത്തിൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് കർത്താവ് പറയുന്നു. ശാരീരിക ഭാരങ്ങളെക്കുറിച്ചല്ല കർത്താവ് ഇവിടെ പറയുന്നത്, മറിച്ച് പരീശന്മാർ ഉൾപ്പെടുന്ന മതനേതൃത്വം ജനങ്ങളുടെ മുതുകിൽ കെട്ടിവെച്ച മതസമ്പ്രദായത്തിൻ്റെ പ്രവൃത്തികളുടെ ഭാരത്തിൽ നിന്നാണ് യേശുക്രിസ്തു ആശ്വാസത്തിൻ്റെ ഈ വാഗ്ദാനം നൽകിയത്. തങ്ങളുടെ മനസാക്ഷിയുടെ മേൽ പാപത്തിൻ്റെ ഭാരത്താൽ ഞരങ്ങുന്നവരും നിയമത്തിൻ്റെ താങ്ങാനാവാത്ത നുകത്താലും മനുഷ്യ പാരമ്പര്യങ്ങളുടെ ഭാരത്താലും അടിച്ചമർത്തപ്പെട്ടവർക്ക് കർത്താവ് ഇവിടെ വാഗ്ദാനം ചെയ്യുന്ന വിശ്രമം എന്നത് മനസ്സമാധാനം, ആത്മാവിൻ്റെ സമാധാനം, ക്രിസ്തുവിൻ്റെ നീതിയാൽ നീതീകരണം, അവൻ്റെ രക്തത്താൽ പാപത്തിൻ്റെ പൂർണ്ണ പ്രായശ്ചിത്തം, പിതാവിനോടും പുത്രനോടും എന്നേക്കുമുള്ള കൂട്ടായ്മയിൽ നിത്യവിശ്രമം എന്ന നിത്യശാബത്ത് എന്നിവയെല്ലാമാണ്. സങ്കീർത്തനങ്ങൾ 23 അധ്യായം 2 വാക്യത്തിൽ, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എന്ന് എഴുതിയിരിക്കുന്നത് നാം വായിക്കുന്നു. 29 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു എന്ന് കർത്താവ് പറയുന്നത് നാം വായിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ശ്രദ്ധിക്കാം. മത്തായി സുവിശേഷം 23 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ, താങ്ങാനാവാത്ത നുകം എന്ന് പരീശന്മാർ ജനങ്ങളുടെ മുതുകിൽ കെട്ടിവെച്ച പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലും യഹൂദ കർമ്മമാർഗ മതസമ്പ്രദായത്തെപ്പറ്റി കർത്താവ് പറയുന്നതായി കാണാം. ഫരിസേയരുടെ നുകമെന്നത് സ്വയനീതിയുടെയും കർമ്മമാർഗത്തിൻ്റെ നിയമപാലനത്തിൻ്റെയും ഭാരമുള്ള നുകമാണ്. യഹൂദരുടെ നിയമപാലനം എന്ന മതസമ്പ്രദായം താങ്ങാനാവാത്ത ഭാരമുള്ളതും അടിച്ചമർത്തലിൻ്റെ ഒരു കൂറ്റൻ നുകത്തിന് തുല്യവുമാണെന്ന് ക്രിസ്തുയേശു പറയുകയായിരുന്നു. കാരണം ഒരു കർമ്മമാർഗത്താലും നിയമപാലനത്താലും നമ്മുടെ പാപവും ദൈവത്തിൻ്റെ വിശുദ്ധിയും തമ്മിലുള്ള വിടവ് നികത്താൻ കഴിയില്ല. നമ്മുടെ നീതിപ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണി പോലെയാണെന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നത് നാം വായിക്കുന്നു. തൻ്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും സ്വർഗത്തിലേക്കുള്ള വഴി നേടാനുള്ള വിഫല ശ്രമമായ കർമ്മമാർഗത്തിൻ്റെ താങ്ങാനാവാത്ത ഭാരത്തിൽ നിന്ന് അവർക്ക് വിശ്രമം നൽകുമെന്നും, സ്വയനീതിയുടെയും നിയമപാലനത്തിൻ്റെയും അടിച്ചമർത്തൽ മുഖത്തിൽ നിന്ന് അവർ അങ്ങനെ തൻ്റെ അടുക്കൽ വന്നാൽ വിശ്രമിക്കുമെന്നും ക്രിസ്തുയേശു വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് സുവിശേഷം തന്നെ. ഒരിക്കലും വഹിക്കാൻ കഴിയാത്ത നുകത്തിന് കീഴിലുള്ളവരെ തൻ്റെ നുകം ഏറ്റെടുക്കുവാൻ യേശു ക്രിസ്തു പ്രോത്സാഹിപ്പിക്കുന്നതാണ് നാം വായിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ തങ്ങളുടെ ആത്മാക്കൾക്ക് വിശ്രമം കണ്ടെത്തും. ക്രിസ്തുയേശുവിൻ്റെ നുകം ഭാരം കുറഞ്ഞതും ചുമക്കാൻ എളുപ്പവുമാണ്. കാരണം അത് മാനസാന്തരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും നുകവും തുടർന്ന് അവനെ അനുഗമിക്കാനുള്ള ഏക പ്രതിബദ്ധതയുമാണ്. 1 യോഹന്നാൻ 5 അധ്യായം 3 വാക്യത്തിൽ നാം വായിക്കുന്നത്, നാം അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തിൻ്റെ സ്നേഹം, അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്നാണ്. മത്തായി സുവിശേഷം 11 അധ്യായത്തിൻ്റെ 30 വാക്യത്തിൽ ക്രിസ്തുയേശു പറയുന്നതും ഇതാണ്. യേശു ക്രിസ്തുവിൻ്റെ നുകത്തെ എളുപ്പമാക്കുന്നതും
അവൻ്റെ ഭാരം കുറഞ്ഞതുമാക്കുന്നത് ക്രിസ്തുയേശുവിൻ്റെ തന്നെ അനുസരണത്താൽ, അതായത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാൽ നാം ചുമക്കേണ്ട ഭാരം അവൻ വഹിച്ചു എന്നതാണ്. കുരിശിൽ വെച്ച് നമ്മുടെ പാപത്തിന് അവൻ്റെ നീതി കൈമാറ്റം ചെയ്യപ്പെട്ടതുപോലെ വിശ്വാസത്തിലൂടെ അവൻ്റെ പൂർണ്ണമായ അനുസരണം നമ്മിൽ കണക്കിടപ്പെടുന്നു. കൂടാതെ യേശുക്രിസ്തുവിൽ ആയ ഒരുവനിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന് അനുരൂപമായി അവനെ വാർത്തെടുക്കുന്നതിൽ വ്യാപൃതനാണ്. അങ്ങനെ കർത്താവിൻ്റെ കൽപ്പനയായ സ്നേഹിക്കുക എന്ന നുകം മൃദുവും വിശ്വാസത്താൽ ജീവിക്കുന്ന ജീവിതമെന്ന ചുമട് ലഘുവും ആയിത്തീരുന്നു. സങ്കീർത്തനങ്ങൾ 55 അധ്യായത്തിന്റെ 22 വാക്യം, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല എന്ന് എഴുതിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തുയേശുവിലാണ് അന്വർത്ഥമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.